നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യം വളരെ കുറച്ച് കുർത്തി കാണിക്കാം. അത് കഴിഞ്ഞിട്ട് സാരി. കുർത്തി ഡെയിലി വെയർ കുർത്തിയാണ്. സിമ്പിളായിട്ടുള്ള ഡെയിലി വെയർ കുർത്തി. ഇത് കണ്ടോ, ഇങ്ങനെ താഴേക്ക് ലൈൻസ് പോലെ വന്നിട്ടുള്ള കുർത്തികൾക്ക് ഭയങ്കര ആവശ്യക്കാരുമാണ്. എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ മെലിച്ചിൽ തോന്നാനും പൊക്കം തോന്നാനും രണ്ടും ഒരുപോലെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ താഴോട്ട് ലൈൻസ്. അത് മാത്രമല്ല, ഒരു ഭംഗിയുണ്ട്, ഒരു പ്രത്യേക ഒരു രസം കിട്ടും ഈ ലൈൻസ് താഴേക്കുള്ളത് കാണിക്കുമ്പോഴെന്ന്. ഇത് കണ്ടോ, ഇതാണ് ഈ ചൈനീസ് കോളർ വന്നിട്ടുള്ള സിമ്പിൾ കുർത്തിയ. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു റയോൺ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ലൈനിങ് ഉണ്ട്, പക്ഷേ ലൈനിങ് ഉണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്. സ്ലിറ്റഡ് ആണ്. M2 XXL, മീഡിയം, ലാർജ്, XL, XXL അത്രയാണ് സൈസസ് ഉള്ളത്. ലെങ്ത് ഒരു 47 ലെങ്ത് ഉണ്ട്. ഭയങ്കര പൊക്കമുള്ളവർക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷേ 47 ലെങ്ത് ഉണ്ട്. പൊക്കത്തിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല, അത്രയാണ് ലെങ്ത്. ഒന്നുമില്ല, സിമ്പിൾ കുർത്തി, നമുക്ക് ഡെയിലി ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന കുർത്തി. ഇതും കോട്ടണാണ്. ഇത് കോട്ടൺ കുർത്തിയാണ്. ഇതുണ്ട്, അതുപോലെ തന്നെ സെയിമാണ് കളറ്. ഈ മെറ്റീരിയൽ ഇത് അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം സെയിമാണ്. ഉണ്ടോ, ഇത് സെയിം മോഡലും പാറ്റേണും എല്ലാം സെയിം. ബാക്കി ഡിസൈനിൽ മാത്രം വ്യത്യാസം. മെറ്റീരിയൽ വന്നിട്ട് ഇതൊരു റയോൺ കൈൻഡ് അല്ല, കോട്ടൺ മെറ്റീരിയൽ. റയോൺ മിക്സ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇങ്ങനെ ലൈൻസ്, ബോഡിക്ക് ലൈനിങ് ഉണ്ട്. പിന്നെ M2 XXL ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. ഒരു വാടാമുല്ല ഷെയ്ഡാണ് ആദ്യം കാണിച്ചത്. വാടാമുല്ലയുടെയൊക്കെ ഒരു ഡാർക്ക്, ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ്, പർപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇതും പർപ്പിളാണ്, പർപ്പിളിൻ്റെ ഡാർക്ക്. അതിനകത്ത് ഇച്ചിരി കൂടെ ലൈൻസിൻ്റെ പ്രിൻറ്റിലുള്ള വ്യത്യാസമുള്ളൂ. ഇത് ഇച്ചിരി കൂടെ അകന്ന പ്രിൻറ്റ്, അത് ഇച്ചിരി കൂടെ അടുത്ത പ്രിൻറ്റ്, അങ്ങനെയുള്ളൊരു വ്യത്യാസം മാത്രം. ഏകദേശം കളറുകളെല്ലാം ഒരുപോലെ. അതിൻ്റെ തന്നെ ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മെറൂണ്. മുമ്പത്തേത് അത് പർപ്പിളായിരുന്നെങ്കിൽ ഇത് മെറൂണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഓരോ സൈസിലുള്ളതാണ് കേട്ടോ. ഞാൻ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഓരോ സൈസസാണ് എടുത്ത് വെക്കും. M കാണും, L കാണും, XL കാണും, XXL കാണും. എന്താ സിമ്പിൾ കുർത്തിയാണ്, പക്ഷെ ഇട്ടാലൊരു ലുക്കൊക്കെ ഉണ്ട് താനും. അതിൻ്റെ ഇപ്പോൾ ആദ്യം കാണിച്ച പർപ്പിൾ, അതിൻ്റെ തന്നെ മെറൂണ്. ഇത് അങ്ങനെ ഒന്നിച്ച് കാണിച്ചാൽ മതിയായിരുന്നു. ഇത് ഞാൻ ആദ്യം കാണിച്ചില്ലേ, ഫസ്റ്റ് കാണിച്ചതിൻ്റെ മെറൂണ്. ആദ്യം കാണിച്ചത് പർപ്പിളിൻ്റെ ഡാർക്കായിരുന്നു, ഇപ്പം അതിൻ്റെ മെറൂണ്. ഒന്നും ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടല്ലേ ഒന്നിച്ച് വെച്ച് കാണിച്ചാൽ മതിയായിരുന്നു. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കുർത്തി. കണ്ടോ, ഒത്തിരി ആവശ്യക്കാരുണ്ട് ഇതിനിങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി വെയർ കുർത്തീസിന് എന്നും പോകേണ്ടവർക്കൊക്കെ ഇടാനേ. ഇത് റേറ്റ് ചെറിയ വ്യത്യാസമുണ്ട്, കാരണം അജ്രക്ക് പ്രിൻറ്റഡ് കുർത്തിയാണ്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ലൈനിങ് ഉണ്ട്, സ്ലിറ്റഡ് ആണ്. പിന്നെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക്. കണ്ടോ, റൗണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു V പോലെ വന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് താഴേക്ക് പോഡ്ലി ബട്ടൺ, ബാക്ക് നെക്കും ഇങ്ങനെ, ഫ്രണ്ട് നെക്ക് ഇങ്ങനെ. M2 XXL ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ്. 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. കൈക്ക് ലൈനിങ് നോക്കട്ടെ, കൈക്ക് ലൈനിങ് ഇല്ല. അജ്രക്കിൻ്റെ മെറ്റീരിയൽ. ഞാനിപ്പം ഓരോ ദിവസവും ഇടുമ്പോൾ ഞാൻ ഇച്ചിരി SP പറയാവേ. SP എന്ന് പറഞ്ഞാൽ സ്വയം പൊങ്ങിയാണ്. ഞാനിടുന്ന കുർത്തീസ് കാണിക്കാത്തതിന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഈ കുർത്തിയൊക്കെ എടുത്ത് എവിടെ വെച്ചിരിക്കുക, അതെന്നാ കാണിക്കാത്തതെന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസം ആരാണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. അത് കാണിക്കാത്ത എന്നോട് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ കുർത്തി എന്നിട്ട് വാങ്ങിക്കുന്നവരുണ്ട് ധാരാളം. ഞാൻ ഇട്ടുകൊണ്ട് കാണിക്കുന്ന കുർത്തിയെ എനിക്ക് നല്ല കംഫർട്ട് മെറ്റീരിയൽ കിട്ടുമ്പം ഞാൻ എടുക്കും. ഇങ്ങനത്തേതൊന്നും ഞാൻ ഉപയോഗിക്കത്തേ ഇല്ല. ഉപയോഗിക്കും, നോർമലി ഡെയിലി ആയിട്ട് പറ്റത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവരെ കളിയാക്കുന്ന പോലെ ആകുന്നില്ല, നമ്മൾ ക്ഷണിക്കുന്നവരെ കളിയാക്കുന്ന പോലെ ആകത്തില്ല. ഇതൊരു ഫംഗ്ഷൻ വെയർ കുർത്തിയാണ്, ഒരു സിൽക്കി മെറ്റീരിയൽ ഉണ്ട്. ഇങ്ങനെ ഹൈ നെക്ക്, വീനക്കായിട്ടുള്ള. ഇതിൻ്റെ ഒരു ഈ കുർത്തിക്ക് നമുക്കുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡാണ്. കളർ എന്ന് പറയുന്നത് ചെറുപയറിൻ്റെ ഒക്കെ ഒരു കളറാണ്. ചെറുപയറിൻ്റെയോ പായലിൻ്റെയോ ഒക്കെ ഒരു കളറാണ്, പക്ഷെ നല്ലൊരു
ആ ഒരു എപ്പോഴും നമ്മൾ കാണുന്ന റെഗുലറി നമ്മൾ കാണുന്ന മെറൂണ്, ബോട്ടിൽ ഗ്രീന് അങ്ങനത്തെ കളറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു തീർത്തിരിക്കുന്ന ഒരു കുർത്തി. ഇങ്ങനെ വീനെക്കാണ്, ഹൈനെക്കായിട്ട് വന്നിട്ടുള്ള വീനെക്ക്. എ ലൈൻ കുർത്തിയായത്, സിൽക്ക് മെറ്റീരിയലാണ്, 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഒന്നുമില്ല, സിമ്പിൾ ലൈനിങ് വെച്ചിട്ടുണ്ട്. നല്ല ക്രേപ്പിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ കുർത്തി. കുർത്തി വളരെ പിശുക്കി എടുത്തു വെച്ച പോലെ ആയിരിക്കും. ഇനി ഞാനേ സാരി കാണിക്കാവേ. ഇതിപ്പം ഒരു സെമി ടസറിൻ്റെ മെറ്റീരിയലാണ്. സെമി ടസറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പം നിങ്ങൾ അതിൻ്റെ വിലയും കൂടെ നോക്കണം. വിലയും കൂടെ കൂട്ടിയിട്ട് അതിന് വില ഇടാവുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല വിലക്കുറവിലാണ് തരുന്നത്. നല്ലൊരു എന്നാ പറയുന്നത്, ഇതാണ്, ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ലൈറ്റ് ക്രീം ഷെയ്ഡ് സാരി കണ്ടോ. ഇതാണ് അതിൻ്റെ സ്റ്റഫ് കണ്ടോ. ഒരു ചെറിയൊരു സിൽക്കി ആയിട്ടുള്ള സ്റ്റഫാണ്. നമുക്ക് നല്ല ഫങ്ഷൻ വെയർ ആയിട്ടിടാം, ചർച്ച് വെയർ ആയിട്ടിടാം, ടെമ്പിൾ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ഇടാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സിമ്പിളാണ്, പക്ഷേ നല്ല ഒരു ഗ്രാൻഡാണ്. ഇതിന് വന്നിരിക്കുന്ന ബ്ലൗസസ് കാണിക്കാം. അജ്രക്കിൻ്റെ ബ്ലൗസാണ് ഇതിന് പെയറായിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ, മറിച്ചിടണോ? അതിന് മാറ്റണോ? അല്ല, ഞാൻ അങ്ങനെ അത് ഓരോന്നായിട്ട് കാണിക്കാം. ഇങ്ങനെ ഇതിപ്പം ഇതിന് ഈ സാരിക്കെല്ലാം ഒരേ ഇതാണ് ഡിസൈൻ. അജ്രക്കിൻ്റെ ബ്ലൗസിൻ്റെ ഡിസൈൻ മാത്രം മാറി മാറി വരും. ഇത് ഭയങ്കര ഭംഗിയായിരിക്കും. അതങ്ങനെ ഉടുത്ത് കഴിയുമ്പം ഒരു വെറൈറ്റി ലുക്കായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിലും നല്ല ഭംഗിയായിട്ട് പോവാം. അതിന് ചേരുന്ന ഒരു ഓർണമെൻറ്റ്, ഇപ്പോൾ ഒരു പേളുമാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഈ ബ്ലൗസും ഇത് കോട്ടനാണേ, കോട്ടൺ അജ്രക്കിൻ്റെ 1 മീറ്റർ ബ്ലൗസാണ്. ഇങ്ങനെ ബ്ലൗസും ഇതും ഇട്ടിട്ട് പോയാൽ മതി. ഇങ്ങനെ ലൈൻസ് ഉണ്ട് താഴേക്ക്, ഒരു വീവിങ്ങിന് ഒരു ലൈൻസ് ഉണ്ട്. അതൊരു നല്ല ഭംഗിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഭയങ്കര സിൽക്കല്ല, ഒരു ചെറിയൊരു സിൽക്കി, അതായത് വില തോന്നിക്കും സാരിക്ക്. ഇതിന് നിങ്ങളിപ്പോൾ കൊടുക്കുന്ന വിലയുടെ ഗതിലെ പോലെ ഡബിൾ തോന്നിക്കും വില. അത്രയും തോന്നിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരി. നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റുമാണ്. നല്ല എന്നാ പറയുന്നത്, വിലയുള്ള സാരികൾക്ക് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു ക്വാളിറ്റി. ഇതാണ് ആദ്യത്തെ ബ്ലൗസായിട്ട് വരുന്നത്. ഇതിപ്പോൾ വന്നിട്ട് ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതുണ്ടോ, അജ്രക്ക് ബ്ലൗസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ പ്ലെയിൻ സാരികൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്തത് ബ്ലൗസായിട്ട് വരുന്നത് ഇത് ഡാർക്ക് മെറൂൺ, നല്ല ഭംഗിയായിരിക്കും. ഇങ്ങോട്ട് അടുപ്പിക്കണം. ഡാർക്ക് മെറൂണ്. ഇഷ്ടമുള്ള ബ്ലൗസ് കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. ഇതിപ്പോൾ സാരി എല്ലാത്തിനും ഓരോന്നാണ്. ഞാനിപ്പോൾ ഓരോന്ന് നൂർക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കാണിക്കുന്ന. അടുത്തത് കണ്ടോ, ഇതും നല്ല ഡാർക്ക് മെറൂൺ. കണ്ടോ, ഈ അജ്രക്ക് പ്രിന്റ് ബ്ലൗസ് വരിക എന്ന് പറയുന്നതേ ഭയങ്കര ഭംഗിയായിരിക്കും. കോട്ടനാണ്, നല്ല കോട്ടനാണേ. ഒരു ശ്രമമാണ്, വിജയിക്കുമോ എന്നറിയില്ല. വിജയിച്ചില്ലെങ്കിൽ കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. തന്നെ പറയും, തന്നെ ചിരിക്കും. ഇവരാരും ചിരിക്കത്തില്ല. കാരണം ഇവരൊക്കെ ബുദ്ധിജീവികളാണ്. ബുദ്ധിയുള്ളവർ ചിരിക്കത്തില്ലെന്നാണ് ഈ മണ്ടന്മാരുടെ വിചാരം. മണ്ടന്മാരല്ല, മണ്ടികൾ. ഇത് കഴിയുമ്പോൾ എനിക്കിട്ട് ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ ബാക്ക് സ്റ്റേജിൽ ഇടി കിട്ടുമെന്ന് പറഞ്ഞാലേ സാരമില്ല, നമുക്ക് പറയാനുള്ളതിലൊക്കെ പറയാലോ. അതെ, എനിക്ക് ബ്ലൗസ് നല്ല ഭംഗിയല്ലേ. എൻ്റെ ഇതെല്ലാം കൂടെ കൂട്ടി കാണുമ്പോൾ വൃത്തികേടാന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും ഒന്ന് കാണിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നല്ലോ, നല്ലൊരു കോമ്പിനേഷനാണ്. സാരിയുടെ സ്റ്റഫും അജ്രക്കും കൂടെ മാച്ച് ചെയ്യുമ്പം ഡബിൾ ഭംഗിയാണ്. ഇതിപ്പോൾ ഏതൊക്കെ ബ്ലൗസ് കാണിച്ചു? ഇത് കാണിക്കണം ഇനിയല്ലേ? ഇത് കാണിക്കണ്ടേ? ഇത് ഫസ്റ്റിലെ കാണിച്ചു സഖാവേ. ഇതാ ശരിയാ, മറ്റേത് കാണിച്ചല്ലേ? ഇത് കാണിക്കാത്തത് അല്ലേ? നമ്പറാണോ ഇട്ട് വെച്ചിരിക്കുന്നത്? ഓ അതല്ലേ, എല്ലാം തെറ്റിച്ചോ? ഇപ്പം എല്ലാം കാണിച്ചില്ലേ? കഥ ഹിന്ദിയും പറഞ്ഞു. ഞാൻ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കോമഡിയാണ്. എനിക്ക് ഹിന്ദിയൊക്കെ അറിയാം. ഞാൻ തന്നെ കോമഡിയാക്കി എല്ലാം ചിത്രീകരിക്കുവേ. അപ്പോൾ എല്ലാവരും വിശ്വസിക്കും ഞാനൊരു മണ്ടിയാണോ എന്ന്. ആണോ? ആരുടെയൊക്കെയോ ഭാഗ്യം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ബ്ലൗസ് ഇത്,
ഓരോന്നും ഞാൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചില്ലേ, അത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ ദൈവത്തെ ഓർത്ത്. കാരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഓർഡർ എടുക്കുന്നവർ ഇഷ ഇമ്മ വരയ്ക്കും, എന്നിട്ട് ഇതുങ്ങളിരുന്ന് എന്നെ ഇരുന്ന് പ്രാകും. ഞാൻ കാണിച്ചതിൻ്റെ കുഴപ്പമൊന്നും പറഞ്ഞത് ഇത് കാണിക്കുമ്പം പാടില്ല. ഈ മെറൂണിൻ്റെ 3 കാണിക്കുമ്പോൾ അതും കൂടെ അതൊന്നും കഴിഞ്ഞു പറഞ്ഞു. ഇത് ഒരെണ്ണം ഇത് നമ്പറിട്ട് വരുന്നുണ്ടല്ലേ, നമ്പറിട്ടല്ലേ വരുന്നത്. അതിനുള്ള സാവകാശം ഞാൻ തന്നായിരുന്നു. നമ്പറിടാനുള്ള സാവകാശം കൊടുക്കുകയെന്നൊക്കെ പറയുന്നു ഇവിടെ പരാതി. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം മാറി അടുത്ത് വരുമ്പോഴത്തേന് മുന്നേ അടുത്തെടുത്തോണ്ട് പോകുന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്, ആർക്കറിയാം. ഇത് നമ്മുടെ വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അയ്യോ ഈ റേറ്റിന് ഈ സാരി നിങ്ങൾക്ക് ഭയങ്കര വർത്താട്ടോ. സത്യമായിട്ടും പറയാം, ഞാൻ എൻ്റെ സാരി ആയതുകൊണ്ട്, ഞാൻ നമ്മുടെ ഷോപ്പിലെ ആയതുകൊണ്ട് ഒന്നും പറയുന്നതല്ല. നിങ്ങൾക്ക് ഈ സാരി കൈ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അതായത് ഈ വിലയ്ക്ക് ഒരു ഫങ്ഷൻ വെയറായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെക്ക് ഡിസൈൻ സാരി, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു ചന്തേരി കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ചന്തേരി കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ. പ്യുവർ കോട്ടൺ ആണെന്നും പറയത്തില്ല, ചന്തേരി പ്യുവർ സിൽക്കാന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് മെറ്റീരിയൽ ഏതാണെന്ന് നമുക്ക് അത്യാവശ്യം മനസ്സിലാകണമല്ലോ എങ്ങനെ ഇരിക്കും. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇത്രയും കാലം ചന്തേരിയുടെ മെറ്റീരിയൽ ഇരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് ഇതിലൊരു ഗോൾഡ് സിൽവർ വീവിങ് വെച്ചിട്ട് ചെക്ക് ബോർഡർ. ഈ ഒരു പറഞ്ഞാൽ നമ്മുടെ റോസ് സിൽക്കില്ലേ എന്നല്ലേ പറയുന്നത്, റോസ് സിൽക്കല്ലേ, റോസ് ഗോൾഡിൻ്റെ കളറുള്ള ഒരു റോസ് ഗോൾഡ് കളർ വരുന്ന കളർ എന്നാണോ പറയുന്നത്, പറയുമ്പോൾ എല്ലാം തെറ്റിപ്പോന്നു അല്ലേ, എല്ലാം കൃത്യമായിട്ടല്ലേ പറയുന്നത് അല്ലേ. ഒരു ഇത് ഈ സാധനം ബോർഡർ ഇത് മുന്താണി ഉണ്ടോ. 700 താഴെ വിലയല്ലേ ഉള്ളൂ ഇതിന്, അത്രേ ഉള്ളൂ വില. ഒന്നോർത്ത് നോക്കിയേ, നല്ല ഫങ്ഷൻ വെയർ സാരി. ഇത് വരും മുന്താണി. ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കണേ ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാം, അല്ലാതെ ഉടുക്കണമെങ്കിൽ അല്ലാതെ ഉടുക്കാം. ഇതിന് ബ്ലൗസ് സെൽഫ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെപ്പറേറ്റ് ബ്ലൗസ് ഇല്ല ഇതിൻ്റെ. ഉണ്ടെങ്കിൽ തന്നെ റണ്ണിങ് ബ്ലൗസാണുള്ളത്. നിങ്ങളിപ്പോൾ ബ്ലൗസ് ഞാൻ പറഞ്ഞിട്ട് സെയിം ഇടുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സിൽവറോ റോസ് ഗോൾഡിൻ്റെ ഒക്കെ കളറുള്ള ബ്ലൗസ് അത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ എങ്ങനെയാണെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി. ബ്ലൗസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തിട്ടില്ല. ഉണ്ട്, വിത്ത് ബ്ലൗസ് ഉണ്ട്, റണ്ണിങ് ആണ്. ഇത് തന്നെയാണ് ഡാർക്ക് മെറൂൺ കളറ്. 6 കളറുണ്ട്. എന്നാ രസമല്ല ഈ സിൽവർ ബോർഡറും കൂടെ കൂട്ടി വരുമ്പോഴത്തേനുമേ. അതിന് റോസ് ഗോൾഡ് കളറായിരുന്നു, ഇതിന് സിൽവറാണേ. നേവി ബ്ലൂ കണ്ടോ. നിങ്ങളിതിൻ്റെ റേറ്റും കൂടെ ആലോചിച്ച് നോക്കണം. ഇത് റേറ്റ് കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സ്റ്റഫൊന്നും ഒട്ടും മോശപ്പെട്ട സ്റ്റഫല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഉറപ്പിക്കാം. കാരണം ഇത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്നോട് തിരിച്ച് ചോദിക്കും എന്നൊരു ചോദ്യം എനിക്കുണ്ടാവുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ 5000 രൂപയുടെ സാരിയായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് അതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇത് കൊടുക്കുന്ന വിലയ്ക്ക് എന്നാണെങ്കിലും ഡബിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലേ, അത്രയ്ക്കില്ലേ. നല്ലൊരു സാരിയാണ് ഇത്. ബ്ലൗസിന് വേണ്ടി പിന്നെയും പോവാം. ബ്ലൗസ് ഇത് തന്നെയാണേ. ഇത് വരും മുന്താണി. ഇത്രയും രൂപയല്ലേ നമുക്കാവുന്നുള്ളൂ. നമ്മൾ അത് ഈ ചെക്ക് ഡിസൈനും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണേ. നമുക്ക് ഫങ്ഷനൊക്കെ ഇടാനായിട്ട് ഈ കളർ സിൽവറിൻ്റെ ബ്ലൗസ് എടുത്താൽ മതി. ഇത് ഇപ്പോൾ എന്നാ കളറാണേ, തവിട്ട കളറാണോ മെറൂൺ കളറാണോ? തവിട്ട കളർ പോലത്തെ കളർ കേട്ടോ. ഈ ലൈറ്റ് വെട്ടത്തിൽ അത്ര ക്ലിയർ ആകുന്നില്ല, നമ്മളെ കറക്റ്റാക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ തവിട്ട കളർ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയത്തില്ലേ. അടയ്ക്കയുടെ കളറല്ലല്ലോ, ബ്രിക്കിൻ്റെ ഒക്കെ ഒരു കളർ, ഒരു സൈസ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. റെഡല്ല, എന്നാൽ റെഡ് ഇല്ലേന്ന് ചോദിച്ചാൽ റെഡ് ഉണ്ട് താനും. റെഡിൻ്റെയും ഈ ബ്രിക്കിൻ്റെ ഒക്കെ ഒരു ബ്രിക്ക് എന്ന് പറയുമ്പോൾ ഏത് ബ്രിക്കാന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചു കളയുമോ. അപ്പം ഞാൻ എന്നാ പറയും, സിമെൻറ്റ് ബ്രിക്കുണ്ട് ഇല്ലേ, ആ ബ്രിക്കല്ലേ, എന്താ ഇഷ്ടികയില്ലേ, ചുടുകട്ട, അതിൻ്റെ ഒരു കളറാണ്. ചില സമയത്ത് എനിക്ക് കളർ ഒന്നും മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ കളർ നല്ലതായിട്ട് അറിയാം, എല്ലാം അറിയാം. ബ്ലൗസ് മുന്താണി ഇത് നല്ല കളറാട്ടോ. റെഡല്ല, റെഡിൻ്റെ പക്ഷേ ഒരു കോമ്പിനേഷൻ, റെഡ് കൂടെ കൂട്ടി മിക്സ് ആക്കിയിട്ടുള്ള കോമ്പിനേഷൻ. പിന്നെ അടുത്തത് വാടാമുല്ല. ഈ സാരിയോട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഫോൾഡിങ് ഏതാണ്ട് മര്യാദ ഉള്ളവരോ ഫോൾഡ് ചെയ്തത് ഉണ്ട്. വാടാമുല്ല ഷെയ്ഡ്. എല്ലാം നല്ല കേട്ടോ, ഫങ്ഷൻ വെയർ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ റേറ്റിന് നല്ലതാണേ. മുന്താണി ഇങ്ങനെ
ചെക്ക് ഇത് കണ്ടോ, ചെക്ക് കാണാവോ നന്നായിട്ട് നേരെ കാണിക്കുമ്പം തന്നെ. ഗ്രേ, ഇതൊക്കെ പോയി തപ്പിയെടുത്തോണ്ട് വരുന്ന എന്നെ സമ്മതിക്കണം അല്ലേ? ഇല്ലേ? അല്ലേ? അന്ന വല്ല ബുദ്ധിമുട്ടുണ്ടോ അംഗീകരിക്കാൻ? ഞാൻ എന്നെ തന്നെ പറയുക, നമ്മളെ തന്നെ ഇടയ്ക്കൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. കൊള്ളാം കുട്ടി, നന്നായിരിക്കുന്നു എന്ന് പറയണം അല്ലേ? എപ്പോഴും അയ്യേ എന്നെക്കാണ്ട് കൊള്ളത്തില്ലേ അങ്ങനെയൊന്നും അല്ല പറയണ്ടേ. ഗ്രേ കളർ കേട്ടോ. ഇന്നത്തെ ഒരു നൂലാണോ ഇരിക്കുന്നത്? അകത്തുനിന്നുള്ളൊരു നൂലിൻ്റെ പേപ്പറാണ്, കഷ്ണം അല്ലേ? ഞാനോർത്ത് എൻ്റെ പൊന്നെ ചുവപ്പ് കളറുമല്ലേ, നൂല് കയറി അകത്തൂടെ കാണുന്നതാണ്. ഞാൻ ട്രാൻസ്പെറൻസി കാണിച്ചല്ലോ അല്ലേ ഇതിൻ്റെ? ഇത് മുന്താണിയേ, ഗ്രേ കളറിന് ഇതുണ്ട്. ഇതിനൊക്കെ ഈ കളറിനൊക്കെ ഈ ഒരു ഗോൾഡൻ ബോർഡർ നന്നായിട്ട് എടുത്തറിയാം. ബോട്ടിൽ ഗ്രീൻ കളറുകളും നല്ലതാണ്, എല്ലാം നല്ല കളറുകളാണ്. ഏത് ബഡ്ജറ്റിലുള്ളവർക്ക് ഒതുങ്ങാൻ പറ്റുന്ന സാധനം. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സാധനം കാണിച്ചോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട്. ഇതുണ്ട്, ഇത്രയാണ് ഇതിൻ്റെ കാനം കേട്ടോ. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് സാധാരണ സാരിക്കുള്ള സാധനം, ഭയങ്കര കട്ടിയുള്ള സാരി അല്ലല്ലോ ഇത്. ചന്തേരി കൈൻഡ് ഓഫ് മെറ്റീരിയൽ അല്ലേ, ചന്തേരിയുടെ പോലത്തെ ഒരു മെറ്റീരിയൽ അല്ലേ. അതിൽ ഈ ഡാർക്ക് കളറിൽ ഈ നന്നായിട്ട് ഈ ചെക്ക് എടുത്തറിയാം. മുന്താണി വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ സാരിയുടെ കളക്ഷൻസ് തീർന്നു. നമ്മൾ വാട്സപ്പ് കോൾ വഴിയല്ലേ, ഞാൻ എപ്പോഴും പറയുവാണ്, ഈ വീഡിയോ നിങ്ങളൊരു സാധനം നിങ്ങൾ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ പറ്റുമെങ്കിൽ സമയം ഒരു ശകലം സ്പെൻഡ് ചെയ്താൽ വീഡിയോ ഫുള്ളോടെ കാണണം. കാരണം എൻ്റെ കോഷ്ടികളും കോപ്രായങ്ങളും കാണാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. കാരണം ഇതിനകത്ത് നമ്മൾ എല്ലാം ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന എൻ്റെ മെമ്മറിക്കകത്ത് കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, വിശദീകരിച്ച് പറയുന്നുണ്ട്. അതറിയാതെ വാങ്ങിക്കല്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചാണെങ്കിൽ എത്ര സമയം നമ്മൾ പെണ്ണുങ്ങളെല്ലാതെ ഇങ്ങനെ തുണിയെ പിടിച്ച് നോക്കും, ഇങ്ങനെ നോക്കും, ഇട്ട് നോക്കും, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ട്രയലും ചെയ്തിട്ടല്ലേ വാങ്ങിക്കുന്നത്. അത്രയും സമയം എന്തായാലും ആവുന്നില്ല ഒരു വീഡിയോ ഫുള്ള് കാണാനായിട്ട്. പിന്നെ ബസ്സൊക്കെ കയറി അല്ലെങ്കിൽ കാറെടുത്ത് വീട്ടിൽ നിന്ന് പോയി അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടല്ലേ നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണണം. നമ്മൾ ഈ വീഡിയോ ഫുള്ളും കണ്ടു കഴിഞ്ഞിട്ടാണ് ഒരു സാരി ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഒന്നും കൂടെ പുറകോട്ട് പോയിട്ട് ആ ഭാഗം എങ്കിലും ഒന്ന് കാണണം. എന്നാണ് അതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. ഇതിനകത്തൊന്നും ഞാൻ പ്രത്യേകിച്ച് എന്നെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും പറയുന്നില്ല. കാരണം നോർമൽ സാരി എല്ലാവർക്കും അറിയാം. അവനവൻ്റെ മനോധർമ്മം, ആരും മണ്ടന്മാരൊന്നും അല്ലല്ലോ എല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കാനായിട്ട്. അത്രയും അവനവൻ്റെ കോമൺ സെൻസ് ഉപയോഗിച്ച് അത് എങ്ങനെയാണ് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാത്തത്. പിന്നെ കൂടിയ സാരികൾക്കെല്ലാം ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ എന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് പകുതി കേൾക്കാത്തവരാണ് ഈ വാട്സപ്പ് കോളില്ലേലും ഇങ്ങനെ കിടന്ന് വാട്സപ്പ് കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവർക്ക് ദേഷ്യമാവും, ഇവർ വിളിച്ചാൽ എടുക്കത്തില്ല. പക്ഷെ നമ്മളിതെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ്, വാട്സപ്പ് മെസ്സേജേ ഉള്ളൂ എടുക്കാത്തതിന് കാരണവും ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ബുക്ക് ചെയ്യുന്നതും ഈ പറഞ്ഞ ബുക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ബുക്ക്ഡ് ആവാതെ വെച്ചാൽ വേറെ ചാനലിൽ നിന്നൊക്കെ വാങ്ങിക്കും, ഓൺലൈൻ പർച്ചേസ് ചെയ്യും. അപ്പോൾ അവിടെ അങ്ങനെ ആയിരിക്കാം, ആ ഓർമ്മയിലാണ് ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങനെയല്ല, അവിടെ അത് വേറെ. എന്നിട്ട് വേറെ അവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരല്ലല്ലോ നമ്മളല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കത്തി പറഞ്ഞ് ഞാൻ കൊല്ലാൻ വരാം നാളെ. താങ്ക് യു.